നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു, ദുരിതത്തിൽ ജനങ്ങൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വ്യാഴാഴ്ച ഉപയോഗിച്ചത്. ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ KSEB തീരുമാനിച്ചു. പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. വ്യാഴാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് ഉണ്ടായി. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ്. 92.10 ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത്. പീക്ക് സമയ ആവശ്യകത 5797 മെഗാവാട്ട് എത്തി റെക്കോർഡിട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപഭോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളിലാക്കി നിക്ഷേപിക്കുന്ന ജൈവ മാലിന്യങ്ങളുമാണ് തോട്ടിൽ അടിഞ്ഞുകൂടുന്നത്. വേനൽ ചൂട് കടുത്തതോടെ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമായി തോടിനെ ആശ്രയിക്കുന്നവർക്ക് വെള്ളത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ദുരിതമായിട്ടുണ്ട്. തോട്ടിൽ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറുകളിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളത്. മഴ പെയ്ത് തോട് കവിഞ്ഞൊഴുകുമ്പോൾ ഈ മാലിന്യങ്ങൾ അത്രയും ഇരുകരകളിലായുള്ള കൃഷിയിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ചെട്ടിച്ചാൽ, വാസുപുരം, നരയൻകുറ്റി എന്നിവിടങ്ങളിലെ ഷട്ടറുകളോട് ചേർന്നുള്ള പാടങ്ങളിൽ ഓരോ വർഷവും വൻതോതിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നത്. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മെയ് 11-നും മഹോത്സവം മെയ് 12-നും ആഘോഷിക്കും. മെയ് 11-ന് രാവിലെ 5:30 ഗണപതി ഹോമം, 6:30 സഹസ്രകുംഭാഭിഷേകം, 9 പഞ്ചവിംശതി പഞ്ചഗവ്യം, 12 അന്നദാനം എന്നിവയാണ് പരിപാടികൾ. വൈകിട്ട് കരോക്കെ ഗാനമേള ഉണ്ടായിരിക്കും. മെയ് 12 മഹോത്സവ ദിനത്തിൽ രാവിലെ 9 പകൽപൂരവും രാവിലെ 10 നവകം, പഞ്ചഗവ്യം, വൈകുന്നേരം 4 ഉച്ചശീവേലിയും നടക്കും. മുപ്ലിയം പുളിയാനിക്കുന്നിൽ നടന്നു വന്നിരുന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. നീന്തൽ താരം CR രാജന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ 2 ബാച്ചുകളിലായി 70 കുട്ടികളാണ് പരിശീലനം പൂർത്തീകരിച്ചത്. മെയ് ആദ്യവാരം അടുത്ത ബാച്ചിലെ 30 കുട്ടികൾക്കായി ക്യാമ്പ് ആരംഭിക്കും. കോർഡിനേറ്ററായ AT ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിലാണ് പരിശീലനം നടത്തിയത്. ഏപ്രിൽ 3-ന് നടത്തിയിരുന്നു. 40 കുട്ടികളടങ്ങിയ കുട്ടികളായിരുന്നു അത്. പിന്നീട് ഒരു 30 കുട്ടികളോട് കൂടി ചേർന്ന് 70 കുട്ടികളോളം നീന്തൽ പരിശീലനം നടത്തി. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇന്നിവിടെ എല്ലാ കുട്ടികളും 70ഓളം കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം കിട്ടി. അവരുടെ മുഖം തന്നെ കണ്ടാലറിയാം. ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വഴുതി വീണാൽ തന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ ത്രാണിയും കൈവരിച്ചിരിക്കുകയാണ്. ഇവിടെ 2 ആഴ്ച മുന്നേ നമ്മുടെ രാജമാഷും അതുമാതിരി തന്നെ ജോസ് മാഷും അടക്കം വീട്ടിൽ വരുന്നുണ്ടായി. ഇവിടെ സ്വിമ്മിംഗ് പൂള് ഇതൊക്കെ ഉള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. ഇവർ പുഴയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മുടെ അപ്പോൾ പ്ലായിപ്പാറ വിരിച്ച പാറയാണ്, അവിടെ നല്ല സൗകര്യങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ മറന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. INTUC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ K കരുണാകരൻ സ്മാരക ഹാളിൽ പതാക ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ നിരന്തരമായി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന നടപടിക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC മുൻകൈയെടുക്കുമെന്നും സുന്ദരൻ കുന്നത്തുള്ളി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ആന്റണി കുറ്റൂക്കാരൻ, TM കൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ VA ഷംസുദ്ദീൻ, KN നാരായണൻ, AT ജോസ്,
ജോൺസൺ ആവോക്കാരൻ, PG സെബാസ്റ്റ്യൻ, MR രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. കൊടകര തേശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ ഔസേപിതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടികയറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ബെന്നി കള്ളിയത്തുപറമ്പിൽ, ജോണി ചെങ്ങിനിയാടൻ, മനു കള്ളിയത്തുപറമ്പിൽ, ജനറൽ കൺവീനർ ഷിബു കള്ളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. 11 രാവിലെ ഫാദർ ലിജോ കോങ്കോത്തിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. ഉച്ചകഴിഞ്ഞ് 2:30 വീടുകളിലേക്ക് അമ്പ്, വള, ലില്ലി എഴുന്നള്ളിപ്പ്. രാത്രി 9:50 അമ്പ്, ലില്ലി, വള പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കൽ. 12 രാവിലെ ഫാദർ തേജസ് കുറ്റിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ ഡെൽബി തെക്കുംപുറത്തിന്റെ സന്ദേശം. ഉച്ചകഴിഞ്ഞ് 4 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. കൊടകര സെന്റ് ജോസഫ് ഫെറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചരിപ്പ് നിർവഹിക്കും. 8:30 ഫാദർ സിബിൻ വാഴപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടാകും. 10 തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിൻസൻ ആലപ്പാട് സന്ദേശം നൽകും. തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണ് ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 4 നടക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം ഉണ്ടാകും. നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം 5 നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചരിപ്പ് നിർവഹിക്കും. പള്ളിയുടെ ജൂബിലി വർഷം ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഇടവക ദിനാഘോഷം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപയാണ് കുറഞ്ഞത്. വ്യാഴാഴ്ച 560 രൂപ ഉയർന്നിരുന്നു. ബുധനാഴ്ച 800 രൂപ പവന് കുറഞ്ഞിരുന്നു. വിപണിയിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 52,600 രൂപയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യാഴാഴ്ച സ്വർണ്ണവില ഉയർന്നത്. വീണ്ടും സ്വർണ്ണവില കുറഞ്ഞത് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയാണ്. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപ കുറഞ്ഞ് 6,575 രൂപയായി. വിപണിയിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 52,600 രൂപയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യാഴാഴ്ച സ്വർണ്ണവില ഉയർന്നത്. വീണ്ടും വില കുറഞ്ഞത് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയാണ്. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപ കുറഞ്ഞ് 6,575 രൂപയായി. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം ഡോക്ടർ അവധിയിൽ പോയതിനാൽ മെയ് 30 വരെ യൂറോളജി OP ഉണ്ടായിരിക്കുന്നതല്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിലേക്ക് സീനിയർ റിസർച്ച് ഫെലോയെ ആവശ്യമുണ്ട്. യോഗ്യത MSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ 55% മാർക്കും കുറഞ്ഞത് 2 വർഷം ഗവേഷണ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. 3 വർഷത്തേക്കുള്ള CSIR പ്രൊജക്ടിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. 35,000 രൂപയും HRAയുമാണ് പ്രതിമാസ ഫെലോഷിപ്പ് തുക. അപേക്ഷകർ sreelakshmin@prajyotinigetan.edu.in എന്ന ഇമെയിലിലേക്ക് മെയ് 15 മുൻപായി എല്ലാവിധ രേഖകളും അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495842845 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,575 രൂപയും പവന് 52,600 രൂപയും രേഖപ്പെടുത്തി. പുലക്കാട്ടുകര മുല്ലശ്ശേരി ശോഭന അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സഹദേവനാണ് ഭർത്താവ്. സനൽ, സിന എന്നിവർ മക്കളും ഭാവന, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി വയലൂർ പള്ളത്ത് കോരൻ ഭാര്യ കാളി അന്തരിച്ചു. 101 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ വേലായുധൻ, കുട്ടപ്പൻ, രാമൻകുട്ടി, ചന്ദ്രൻ, കുമാരി.
കൊടകര മറ്റത്തൂർക്കുന്ന് കാവനാട് മഠത്തിൽ ജാഥ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സുബ്രനാണ് ഭർത്താവ്. സംസ്കാരം നടത്തി. ബൈജു, മീന എന്നിവർ മക്കളും സുമ, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുരിതത്തിൽ ജനങ്ങൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.